ഗസയ്ക്കെതിരായ സൈനിക നീക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് നെതന്യാഹു. ഇപ്പോൾ നെതന്യാഹുവിന് മറ്റൊരു തിരിച്ചടി കൂടി നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നെതന്യാഹുവിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു കോടതി ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് ജുഡീഷ്യറിയുടെ അധികാര പരിധി അട്ടിമറിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ കൊണ്ടുവന്ന വിവാദ നിയമം അസാധുവാക്കിക്കൊണ്ട് ഇസ്രയേൽ സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ജനാധിപത്യ സംവിധാനത്തെ സാരമായി ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ വിധി. സുപ്രീം കോടതിയുടെ അധികാരങ്ങൾക്ക് മുകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്ക് നിയന്ത്രണം നൽകാനുള്ള നീക്കത്തിന്റെ ആദ്യ ഭാഗം എന്ന നിലയ്ക്കായിരുന്നു ആ നിയമം നെതന്യാഹു സർക്കാർ കൊണ്ടുവന്നത്. എന്നാൽ അങ്ങനെ ഒരു നീക്കം സുപ്രീം കോടതി റദ്ദാക്കുന്നതോടെ ഇസ്രയേലിൽ വീണ്ടും ഒരു രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കളമൊരുങ്ങുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ സുപ്രീം കോടതി റദ്ദാക്കിയ നിയമത്തെക്കുറിച്ച് വളരെ വിശദമായി ഒന്ന് ഗ്രാഫിക് സഹായത്തോടെ പരിശോധിക്കാം. ഇതിലേറ്റവും പ്രധാനം ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതി ഉത്തരവ് എന്നുള്ളതാണ്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ജുഡീഷ്യറിയുടെ അധികാര പരിധി അട്ടിമറിക്കാനുള്ള വിവാദ നിയമമാണ് റദ്ദാക്കിയിരിക്കുന്നത്. അതായത് സർക്കാരിന് മുകളിലാണ് സുപ്രീം കോടതി ആയിരുന്നു, പക്ഷേ അതിന് മറിച്ച് ഉള്ള നീക്കങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തി. പക്ഷേ അതിനെ അസാധുവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് 2023 ജൂലൈയിലായിരുന്നു ഇസ്രായേൽ പാർലമെന്റ് ഈ നിയമം പാസ്സാക്കിയത്. അതിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പല വിധത്തിൽ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തുടനീളം ഉണ്ടാകുമ്പോൾ തിരിച്ചടി, അതായത് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് കോടതി ഉത്തരവ് കൂടി പിന്നാലെ വരുന്നത്. അതായത് സർക്കാരിന്റെ യുക്തിരഹിത തീരുമാനങ്ങൾ കോടതിക്ക് റദ്ദാക്കാൻ തടസ്സമുണ്ടായിരുന്നില്ല. സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനവും കോടതിക്ക് റദ്ദാക്കാൻ നേരത്തെ തടസ്സമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ നിയമം പാർലമെന്റ് പാസ്സാക്കിയതിനു ശേഷം നേരെ കാര്യങ്ങൾ മറിച്ചായിരുന്നു. അതായത് സുപ്രീം കോടതിക്ക് മുകളിലായിരുന്നു സർക്കാരിനുള്ള അധികാരം, പക്ഷേ അത് ഇപ്പോൾ മാറിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ അധികാരം എടുത്തു കളയുന്ന നിയമം പാസ്സാക്കിയിരുന്നു. മാസങ്ങൾ നീണ്ട രാജ്യവ്യാപക പ്രതിഷേധമുണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജനം തെരുവിൽ ഇറങ്ങുന്നത് കണ്ടു. അതായത് രാജ്യമെമ്പാടും നെതന്യാഹു സർക്കാരിനെതിരെ ഈ തീരുമാനത്തിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ ഇത് ഇപ്പോൾ നെതന്യാഹുവിന് തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. നടപടി പിൻവലിക്കണമെന്ന് ഒരു ഘട്ടത്തിൽ അമേരിക്കയും ആവശ്യപ്പെട്ടിരുന്നു. കാരണം വലിയ സമ്മർദ്ദം അമേരിക്കയ്ക്ക് മുകളിലേക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നടപടി, നെതന്യാഹു സർക്കാരിന്റെ നടപടി, ഈ വിവാദ നിയമം പിൻവലിക്കണമെന്നുള്ള ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു അമേരിക്കയും നിലപാട് അറിയിച്ചത്. അതായത് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിൽ വിധി പുറപ്പെടുവിച്ചത് സുപ്രീം കോടതിയുടെ 15-അംഗ ബെഞ്ചാണ്. 15-അംഗ ബെഞ്ചാണ് ഏറ്റവും നിർണായകമായ ഒരു വിധി പുറപ്പെടുവിച്ചത്. 8 ജഡ്ജിമാർ നിയമം റദ്ദാക്കുന്നതിനെ അനുകൂലിച്ചു. 15-ൽ നേരിയ ഭൂരിപക്ഷം മാത്രമാണ്. ബാക്കി 7 പേർ എതിർത്തപ്പോൾ 8 പേർ അനുകൂലിച്ചു. 7-നെതിരെ 8 പേരുടെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ നെതന്യാഹു സർക്കാരിന് തിരിച്ചടി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതിൽ ഇസ്രായേൽ പാർലമെന്റിന് സർവാധികാരമില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോടതി വിധിയിലൂടെ നെതന്യാഹു കൊണ്ടുവന്ന ഈ നിയമം റദ്ദാക്കിയതിലൂടെ വീണ്ടും സുപ്രീം കോടതി അരക്കിട്ടുറപ്പിക്കുന്നത്. സർവാധികാരം ഗവൺമെന്റിനില്ല, അതിന് മുകളിൽ ഉള്ളത് സുപ്രീം കോടതി തന്നെയാണ്. അപ്പം ഈ നിയമങ്ങൾ, നെതന്യാഹു കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, നിയമങ്ങൾ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ വെല്ലുവിളിയാണ് എന്നുള്ള കാര്യവും കോടതി ശക്തമായി തന്നെ ഈ വിധി പ്രസ്താവത്തിലൂടെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോഴുള്ള സാഹചര്യങ്ങളെ ഇത് നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് എങ്ങനെ തടസ്സമുണ്ടാക്കും, ഏത് തരത്തിലാണ് തിരിച്ചടി നേരിടുന്നത്, ഇത് ഇസ്രായേൽ ഒരു ഭരണ പ്രതിസന്ധിയിലേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് വിദേശകാര്യ വിദഗ്ധൻ PJ വിൻസെന്റ്. കഴിഞ്ഞ ജൂലൈ മാസം ഇസ്രായേൽ പാർലമെൻറ്റ് നെസറ്റ് പാസാക്കിയ നിയമം ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ സംസ്കൃതിയിൽ എക്സിക്യൂട്ടീവിന് അസാമാന്യമായ അധികാരങ്ങൾ നൽകുന്ന ഒന്നാണ്. നിലവിൽ പാർലമെൻ്ററി വ്യവസ്ഥയാണ് ഇസ്രായേൽ നിലവിലുള്ളത്. അതേസമയം ലെജിസ്ലേച്ചറിൽ നിന്നാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ് രൂപപ്പെട്ടു വരുന്നത്. സ്വാഭാവികമായും പാർലമെൻറ്റിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയോ മുന്നണിയോ ആണ് അവിടെ ഗവൺമെൻറ് രൂപീകരിക്കുക. അപ്പോൾ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറിൻ്റെയും പവറുകൾ, അധികാരം സ്വാഭാവികമായിട്ടും അവിടെ പ്രധാനമന്ത്രിയിലേക്കും ഭരണ മുന്നണിയിലേക്കും വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ചെക്ക് ആൻഡ് ബാലൻസ് പലപ്പോഴും
സുപ്രീം കോടതിയാണ്. പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളിൽ നിലവിൽ ജനവിരുദ്ധമായിട്ടുള്ളവ, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളവയെ റദ്ദ് ചെയ്യാനുള്ള അധികാരം സുപ്രീം കോർട്ടിനുണ്ട്. അതുകൂടി കൈപ്പിടിയിൽ ഒതുക്കി പൂർണ്ണമായ അധികാരം എക്സിക്യൂട്ടീവിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരു നീക്കമാണ് നെതന്യാഹു നടത്തിയത്. അതുകൊണ്ടാണ് 15 അംഗ സുപ്രീം കോടതിയുടെ ജഡ്ജിമാരിൽ 8 പേരും നെസറ്റ് പാസാക്കിയ ഈ നിയമത്തിന് എതിരായിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി ആ നിയമം ഇപ്പോൾ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദ നെസറ്റ് ഓർ ദ പാർലമെൻറ്റ് ഡസൻറ്റ് ഹാവ് ഓംനിപൊട്ടൻറ്റ് പവർ എന്നാണ് വിധിന്യായത്തിൽ ജഡ്ജിമാർ സൂചിപ്പിച്ചത്. സമഗ്രാധികാരവും സമസ്താധികാരവും എക്സിക്യൂട്ടീവിലേക്ക് കേന്ദ്രീകരിക്കുന്ന സാഹചര്യം ഒരിക്കലും ഭൂഷണമല്ല എന്ന നിലപാടാണ് അവിടുത്തെ സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അഴിമതി കേസിൽ വിചാരണ നേരിടുന്ന ഒരു നേതാവാണ് ബെഞ്ചമിൻ നെതന്യാഹു. എക്സ്ട്രീം റൈറ്റ് വിങ് പോപ്പുലിസമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം. ഇസ്രായേലി രാഷ്ട്രീയത്തിൽ ശക്തിപ്പെട്ടു വരുന്ന ജൂത അതിതീവ്ര സയനിസ്റ്റ് സംഘങ്ങളുടെയും അതിതീവ്ര ദേശീയവാദികളുടെയും പിന്തുണയിലാണ് അദ്ദേഹം അധികാരത്തിലിരിക്കുന്നത്. അതിൽ തന്നെ ടെമ്പിൾ മൗണ്ട് പൂർണ്ണമായും പിടിച്ചെടുക്കുകയും അൽ-അക്സ പള്ളിയും ഡോം ഓഫ് റോക്കും അടക്കം തകർത്തുകൊണ്ട് ജൂത ദേവാലയം പുനഃസൃഷ്ടിക്കണമെന്നും കിഴക്കൻ ജെറുസലേമിലെ അറബികളെ പൂർണ്ണമായി അവിടെ നിന്ന് പുറത്താക്കി അത് ഒരു ജൂത കേന്ദ്രമാക്കി മാറ്റണമെന്നൊക്കെ വാദിക്കുന്ന അതിതീവ്രവാദികളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം അധികാരത്തിലിരിക്കുന്നത്. അദ്ദേഹം ഇസ്രായേലി രാഷ്ട്രീയത്തിൽ വലതുപക്ഷ പോപ്പുലിസം അതിശക്തമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി അദ്ദേഹത്തിനെതിരായി വിധി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യത്തെ പോലും മറികടക്കും വിധം അദ്ദേഹം നിയമനിർമ്മാണം നടത്തിയത്. അവിടുത്തെ മന്ത്രിമാരുടെ തീരുമാനങ്ങൾ, മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ, അതുപോലെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ എന്നിവയുടെ മേലെയൊക്കെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി ഇവ പരിശോധിക്കാനും റിവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ അധികാരവും കൂടി കവർന്നെടുത്തുകൊണ്ട് ഓംനിപൊട്ടൻറ്റ് പവർ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമമാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത്. നിലവിൽ ഇസ്രായേലി രാഷ്ട്രീയത്തിൽ നെതന്യാഹുവിനെതിരായിട്ടുള്ള അതിശക്തമായ വികാരം വളർന്നു വന്നു കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഒക്ടോബർ 7 യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ ബന്ദികളാക്കപ്പെട്ട ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ കാര്യമായ ശ്രമം നെതന്യാഹു സർക്കാർ നടത്തുന്നില്ല എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം, ബന്ദികൾ വിമോചിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഹമാസുമായിട്ട് ഒരുപക്ഷെ യുണൈറ്റഡ് നേഷൻസിൻ്റെയോ അതല്ലെങ്കിൽ ഈജിപ്ത്, UAE അല്ലെങ്കിൽ ഖത്തർ തുടങ്ങിയ ഏതെങ്കിലും രാജ്യത്തിൻ്റെയോ മധ്യസ്ഥതയിൽ ബന്ദികളെ കൈമാറുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഇസ്രായേൽ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ വംശഹത്യ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ഒക്ടോബർ 7 ശേഷം ഗസയിൽ ഇസ്രായേൽ ആരംഭിച്ച യുദ്ധം ഒരു തരത്തിലും അവസാനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രത്തിലാണ് നെതന്യാഹു സർക്കാർ. ഇസ്രായേലിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അങ്ങേയറ്റം സ്വാധീനം നഷ്ടപ്പെട്ട, അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ വളരെയധികം കുറഞ്ഞ് വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിലവിൽ യുദ്ധത്തിലൂടെ അതിതീവ്ര സംഘങ്ങളുടെ സമ്പൂർണ്ണമായ പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമം നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകം മുഴുവനും എത്രയും വേഗം ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ ഉന്മൂലനം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെടുമ്പോഴും അത് ചെയ്യാതിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം യഥാർത്ഥത്തിൽ തൻ്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കുക എന്ന കുടില തന്ത്രമാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഗവൺമെൻറ് രൂപം കൊണ്ട കാലം മുതൽ നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്ന തന്ത്രമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലതുപക്ഷ സ്വഭാവമുള്ള, അക്രമ സ്വഭാവം കാണിക്കുന്ന, ഫലസ്തീനികളോട് വിവേചനം കാണിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. മാത്രമല്ല, അഴിമതി അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയാണ്. അദ്ദേഹം വിചാരണയെ നേരിടുകയാണ്. എപ്പോഴും ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അധികാരമുള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും ജയിലിൽ പോകാതെ നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ കൂടി സ്വാധീനിച്ചുകൊണ്ട് തൻ്റെ അഴിമതി കേസുകളിൽ നിന്ന് ഊരിപ്പോരാനുള്ള ഒരു തന്ത്രം എന്ന നിലയിലായിരുന്നു അദ്ദേഹം നീക്കം നടത്തിയത്. അതിനെതിരെ അവിടുത്തെ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു, എല്ലാ അധികാരങ്ങളും തന്നിലേക്ക് കേന്ദ്രീകരിക്കാനും തൻ്റെ വിഭജിത രാഷ്ട്രീയവും ഫലസ്തീൻ ഉന്മൂലന അജണ്ടയും നടപ്പാക്കാനുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സുപ്രീം കോടതി വിധി വരുന്നത്.
തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഇത് വളരെ പ്രോത്സാഹനപരവും പുരോഗമനപരവുമാണ്. കാരണം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് പ്രധാനമന്ത്രിയെങ്കിലും അദ്ദേഹത്തിലേക്ക് സമസ്താധികാരങ്ങളും കേന്ദ്രീകരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ഭൂഷണമല്ല. ജനാധിപത്യത്തിൻ്റെ 3 തൂണുകളിലേക്കും പരസ്പര ബഹുമാനത്തോടുകൂടി അധികാരം പങ്കുവെക്കുന്ന ഒരു വ്യവസ്ഥയിൽ മാത്രമേ ജനാധിപത്യവും അത് പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോഗത്തിൽ വരികയുള്ളൂ. ഇവിടെ ലെജിസ്ലേറ്റീവിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും അധികാരങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയ ഘട്ടത്തിൽ സുപ്രീം കോടതിയെ കൂടി നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത്. ലോകത്തിലെമ്പാടുമുള്ള വലതുപക്ഷ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. അമേരിക്കയിൽ ട്രംപ് ചെയ്യാൻ ശ്രമിച്ചതും അതാണ്. ലോകത്തിൻ്റെ മറ്റിതര ഭാഗങ്ങളിൽ വലതുപക്ഷ പോപ്പുലിസം മുന്നോട്ട് വയ്ക്കുന്ന ഭരണാധികാരികൾ, ജനവിരുദ്ധ ഭരണാധികാരികൾ അവിടുത്തെ എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളെയും കൈപ്പിടിയിലാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് സമാനമായ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശ്രമമാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത്. തൽക്കാലത്തേക്കെങ്കിലും ഒരു തിരിച്ചടി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. പക്ഷേ എങ്കിലും അവിടുത്തെ തീവ്ര ശക്തികളുടെ പിന്തുണയോടുകൂടി ഫലസ്തീനിലെ വംശീയ ഉന്മൂലനം ഇനിയും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യത. അദ്ദേഹത്തിൻ്റെ ഈ അജണ്ടയ്ക്ക്, വംശീയ ഉന്മൂലന അജണ്ടയ്ക്ക് ഒരു ചെറിയ പ്രഹരമെങ്കിലും ഏൽപ്പിക്കാൻ ഈ സുപ്രീം കോടതി വിധി കാരണമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, PJ വിൻസെന്റ് പറഞ്ഞതേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. സർവ്വ അധികാരങ്ങളും തന്നിലേക്ക് കേന്ദ്രീകരിക്കാമെന്ന് വിചാരിച്ചിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് ഏറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിധി.